നമ്മളിനി രാവിലെ നമ്മുടെ അതിഥിയിലേക്ക് കടക്കുകയാണ്. ന്യൂസ് 18 കേരളം നടത്തുന്ന ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് 2024 യമ്മി വ്ളോഗറായി തെരഞ്ഞെടുത്ത വില്ലേജ് സ്പൈസസ് ഒഫീഷ്യൽ ചാനൽ AK നസീറാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. നസീർക്ക, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ആ സന്തോഷം പങ്കുവെക്കുന്നത്? ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന, നമ്മുടെ ലാലേട്ടനടക്കം മോഹൻലാൽ അടക്കം ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് നസീർക്കയ്ക്ക് തന്നെ അവാർഡ് തരാൻ കഴിഞ്ഞതിൽ. എങ്ങനെ സന്തോഷം പങ്കുവെക്കുന്നു? സത്യത്തിൽ ഞാൻ ആ അവാർഡ് എനിക്ക് കിട്ടിയതിന്റെ ആ ഒരു ത്രില്ലിങ് എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതേപോലെ ഒരു വലിയ അവാർഡ് കിട്ടിയത് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയ ഒരു നിമിഷം തന്നെയായിരുന്നു. പിന്നെ ധാരാട്ടനെ പോലെ അറിയാമല്ലോ, ലോകം മൊത്തം ആരാധകരുള്ള നമ്മുടെ ഒരു സ്വന്തം നമ്മുടെ നാടിന്റെ അഭിമാനം, അതായത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒക്കെ അഭിമാനമായ ധാരാട്ടൻ നമ്മളെ പോലെ ഒരു ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ കാര്യത്തിൽ അദ്ദേഹം ആ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പം ഈ ന്യൂസ് 18 പോലെ ചാനലിനെ കൊണ്ട് വരാൻ സാധിച്ചത്. ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണല്ലോ അവിടെ ഇരിക്കുന്നത്, ഒരു വശത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ അന്ന് വന്നപ്പോഴും വേദിയിലേക്ക് കയറി ഒന്നും സംസാരിച്ചില്ല. എങ്ങനെയാ ചേച്ചി, എന്താ സംസാരിക്കാത്ത, ഒന്നും മിണ്ടാതിരുന്ന, ഇങ്ങനെയുള്ള സപ്പോർട്ടാണോ കൊടുക്കുന്നത്? അതല്ല മോളെ, എനിക്ക് അത്ര ഇതില്ല, ഈ സംസാരിക്കുന്ന പോലെ അത്ര ഉള്ളൊരു ഇതില്ല. ഇങ്ങനെ അടുത്തുന്നവരെല്ലാം ചെയ്തു കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇങ്ങനെ ഇപ്പൊ ഇങ്ങനൊന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെ ഇവിടെ ഇന്ന് മാറി സംസാരിക്കും. അല്ല, ഈ നസീർക്ക പാചകം നേരത്തെ തൊട്ട് ചെയ്യുന്ന ആളാണോ? അതെ 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 ആണ്. അപ്പൊ ഇങ്ങനെ ഒരു വ്ളോഗ് ഐഡിയ തന്നത് ആരായിരുന്നു? ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ നമുക്കൊന്ന് പറഞ്ഞു തന്നത് ആരായിരുന്നു? ഞങ്ങളുടെ മോനെ. മോൻ തന്നെയാണ്. എനിക്ക് 2 മക്കളാണ്, മോളും പുറത്തും എല്ലാം കഴിഞ്ഞ് ഈ യൂട്യൂബ് എന്താ ഫേസ്ബുക്ക് എന്താന്ന് ഇത് എനിക്ക് ശബ്ദമൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ ഇപ്പൊ കൊറോണ ഒക്കെ ആയി കഴിഞ്ഞപ്പം പൊതുവെ ജോലിയൊക്കെ പോയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനൊരു തൊഴിൽ വേണം, മുന്നോട്ട് ജീവിതം മുന്നോട്ട് പോകണ്ടേ. വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോകാൻ ഒത്തിരി പ്രശ്നങ്ങൾക്ക് നടുവിൽ ചുറ്റിക്കറങ്ങിട്ടാണ് ഇങ്ങനൊരു ഐഡിയ മകൻ കൊണ്ട് നാളെ വിളിച്ച് ശക്തി കുറെ നാളായിരുന്നു പാചകത്തിന് നടന്നത്. യൂട്യൂബിൻ്റെ അകത്ത് നമുക്കൊന്ന് വെച്ച് നോക്കിയാൽ അപ്പോൾ ഞാൻ അത് നിരുത്സാഹപ്പെടുത്തിയായിരുന്നു. കാര്യം എനിക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് നമ്മൾ വേറെ പണി ആൾക്കാർ നമ്മൾ സപ്പോർട്ട്. എന്നാ ശരി, ഏതായാലും മകന്റെ ഒരു നിർബന്ധം സ്റ്റാർട്ട് ചെയ്ത് കുറെ നാള് പിന്നെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയെങ്കിൽ ആൾക്കാരെ കളിക്കളയായിരുന്നു. പിന്നെ ചക്കപ്പുഴുക്കുണ്ട്, അത് ആൾക്കാർ അവിടുത്തെ ഓക്കെ. അപ്പൊ അവർ രണ്ടും തന്നെയാണ് ഏറ്റവും കൂടുതൽ പിന്തുണ തരുന്നതും അല്ലേ? അവര് തന്നെയാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും. അതെ. അപ്പൊ ഞാനൊരു കാര്യം പറയാം നസീർക്ക, ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ട് ഈ വ്ളോഗർ ആയാൽ വീഡിയോ ഇടുന്നതൊക്കെ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് നിങ്ങൾ കാശ് വാങ്ങുകയാണെന്ന്. പക്ഷെ അല്ല, ഇതിന് പിന്നിൽ നല്ല ജോലി ഉണ്ട് എന്നുള്ളത് ഇതിലോട്ട് ഇറങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. കാര്യം രാവിലെ തന്നെ നമുക്ക് ഈ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന് ചിലപ്പോൾ നമുക്ക് അടുത്തൊന്നും കിട്ടത്തില്ല. നമ്മൾ താമസിക്കുന്ന ഒരു ചെറിയൊരു അവിടെ ഈ നമ്മൾ കണക്ക് കൂട്ടുന്ന ഐറ്റങ്ങളൊന്നും ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പൊ ടൗണിൽ പോകണം, അത് മേടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് ആയിരിക്കും ഇതെല്ലാം വെക്കുമ്പോൾ ആ സാധനം കിട്ടിയിട്ട് പിന്നെ അതിന് വേണ്ടി റെഡിയാക്കി വന്നിട്ട് ശരിക്കും അത് അവതരിപ്പിച്ച് ചിലപ്പോൾ അത് പരാജയപ്പെട്ടു. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ചെയ്തു വരാനും ചിലപ്പോൾ കിട്ടുന്ന വരത്തില്ല. അങ്ങനെ ആകുമ്പോൾ അത് മൊത്തം എടുത്ത് കളയേണ്ട വരും. കാര്യം ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ചെയ്തു വന്നില്ലെങ്കിൽ, കാര്യം ആൾക്കാർ പല രീതിയിലുള്ള ആൾക്കാരെ കാണും, പല സ്വഭാവമുള്ള ആൾക്കാരാണ്. അവർക്ക് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ തന്നെ വേണം അത് അവതരിപ്പിക്കാൻ എന്നുള്ള ഒരു ഇതുകൊണ്ട്. കാര്യം അത്ര ഉണ്ട് ഇതിന്റെ. ഇത്ത ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇത്ത നല്ല കുക്കാണോ? തീർച്ചയായിട്ടും. ചിലതൊക്കെ അറിയാം. എന്നാലും സ്പെഷ്യൽ വിഭവം എന്താണ്? ചിക്കൻ ആണോ, മീനാണോ? അങ്ങനെ ചോദിച്ചാല് നമുക്കിപ്പം ഒരേ രീതിയിലുള്ള ഒരു ഫുഡ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നസീർക്കയ്ക്ക് ഇത്ത ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? ഞാൻ ശരിക്കും പറഞ്ഞ ആദ്യമേ തൊട്ട് ഞാൻ ചെയ്തോണ്ടിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണി, അതുപോലെ ഫാക്ടറി, പിന്നെ നാട്ടില് നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉള്ള ഡിന്നറുകള്, ഇതൊക്കെയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ആ വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന എങ്ങനെയാ? നാടൻ വിഭവങ്ങളാണോ?
തീർച്ചയായിട്ടും നാടൻ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മറ്റുള്ള ഫുഡ് കഴിക്കാൻ അവർ ഹോട്ടലിലായിരിക്കും. ആ. അപ്പൊ നാടൻ ഫുഡ് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഫുഡ് തന്നെ അത് തന്നെയാണ് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ എന്തായാലും ആ അവാർഡ് ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ട ആ അവാർഡ് കിട്ടി. അപ്പോ യമ്മി വ്ളോഗർ എന്നുള്ള ഒരു പുരസ്കാരം കിട്ടി. നമ്മുടെ ടെലികാസ്റ്റ് വരുന്നത് അടുത്ത ശനി ഞായറുമാണ്. അപ്പൊ എല്ലാവരോടും കാണാൻ പറയാ, കുടുംബത്തിനൊപ്പം ഇരുന്ന് കാണുക കേട്ടോ. തീർച്ചയായും എത്ര മണിക്കാ വരുന്നത്? അതൊക്കെ നമ്മൾ സമയമൊക്കെ അറിയിക്കാൻ എത്താം. അപ്പൊ എല്ലാവരോടും വിളിച്ചു പറയാ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ. താങ്ക് യു. ശരി, അപ്പൊ എന്തായാലും നമ്മൾ ഓരോ അതിഥികളെയും ഇനി ന്യൂസ് 18ന്റെ ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡിന് അർഹരായ ഓരോ അതിഥികളെയും നമ്മൾ പ്രേക്ഷകരിലേക്ക് രാവിലെയിലൂടെ എത്തിക്കാൻ ശ്രമിക്കും.